തിരുവനന്തപുരം ഡിവിഷനിലെ ലോക്കോ പൈലറ്റുമാരും ട്രെയിൻ മാനേജർമാരും നാളെ കൂട്ട ലീവ് എടുക്കുന്നു. റണ്ണിംഗ് വിഭാഗത്തിൽ നിലനിൽക്കുന്ന ഗുരുതരമായ ജീവനക്കാരുടെ ക്ഷാമം, പുതിയ നിയമനങ്ങളുടെ അഭാവം, ആവശ്യമായ ലീവ് റിസർവും ട്രെയിനി റിസർവും ഇല്ലാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഇന്ദുലേഖ വിവരങ്ങളുമായിട്ടുണ്ട്. ഇന്ദുലേഖ, ഇത് അങ്ങനെ ഒരു സമരത്തിന് സാധ്യതയുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ നടപടികൾ ഉണ്ടാകുമോ? കാരണം കൂട്ട അവധി എന്ന് പറഞ്ഞാൽ സർവീസുകളെ മുഴുവൻ ബാധിക്കില്ലേ? ദിവിഷ്, സർവീസുകളെ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. റെയിൽവേയിലെ പ്രമുഖ ട്രേഡ് യൂണിയനായിട്ടുള്ള സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് ട്രെയിനിലെ ഓപ്പറേഷൻ വിഭാഗത്തിലെ ലോക്കോ പൈലറ്റുമാരും അതുപോലെ തന്നെ ട്രെയിൻ മാനേജർമാരും ഉൾപ്പെടുന്ന റണ്ണിംഗ് ജീവനക്കാർ നാളെ കൂട്ട അവധി എടുക്കുന്നത്. ഇതൊരു തിരുവനന്തപുരം ഡിവിഷനിൽ സൂചനാ പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ട അവധി എടുക്കുന്നത്. റണ്ണിംഗ് വിഭാഗത്തിൽ നിലനിൽക്കുന്ന ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവർ ഇതിനു മുന്നേയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ജീവനക്കാരുടെ ക്ഷാമം, പുതിയ നിയമങ്ങളുടെ അഭാവം, ആവശ്യമായ ലീവ് റിസർവും ട്രെയിനി റിസർവും ഇല്ലാത്തത് എന്നിവ മൂലം ജീവനക്കാർ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന് ഇവർ പലതവണ അധികൃതരെയും മേലുദ്യോഗസ്ഥരെയും ഒക്കെ അറിയിച്ചതായിരുന്നു. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നീക്കുപോക്കും ത്തിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇത് ഇവർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് മാത്രമല്ല, യാത്രക്കാർക്കടക്കമുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന സർവീസുകളെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ ഇത് ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ യാത്ര ചെയ്യാൻ പദ്ധതി ഇടുന്നവരെല്ലാം കൃത്യമായ രീതിയിൽ ട്രെയിൻ സർവീസുകളെക്കുറിച്ച് അന്വേഷിച്ച ശേഷം മാത്രം യാത്ര ചെയ്യുന്നത് നന്നാവും. ദിവിഷ്, ശരി. തിരുവനന്തപുരം ഡിവിഷനിലെ ലോക്കോ പൈലറ്റുമാരടക്കമുള്ളവരാണ് നാളെ കൂട്ട ലീവ് എടുത്ത് പ്രതിഷേധിക്കുന്നത്.